രാവിലെ ഇപ്പോൾ ഒരു കൂട്ടം ഹർജികളാണ് നമ്മുടെ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതും തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഇന്നലെ ടി.ഐ. മധുസൂദനായിരുന്നു വി. കുഞ്ഞികൃഷ്ണനെതിരെ ഹൈക്കോടതിയിൽ പോയതെങ്കിൽ ഇന്ന് വി. മുരളീധരനെതിരെ കടകംപള്ളി സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനെതിരെ ശബരിനാഥുമാണ് പോയിരിക്കുന്നത്. വിവിധതരം ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതിയിൽ ഇതുപോലെ ഹർജികൾ പോയിരിക്കുന്നത്. ഇപ്പോൾ എന്തായിരിക്കും ഇനി ഇവരുടെ ആ ഒരു തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കപ്പെടുമോ, അതോ ഇനി അവർ ഈ ഒരു MLA ആയി 5 വർഷം തുടരുമോ? ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പിട്ടും പല തവണയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പല ആളുകളെയും അയോഗ്യരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിൽ പലതിനും കാലതാമസം ഒരുപാട് എടുക്കും. കാരണം അയോഗ്യത തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കണം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും UDF ആണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അപ്പോൾ UDFന് ഇതിലെന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. എന്നിരുന്നാലും ഇതിനകത്ത് ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്ര കോടി സ്വത്ത് വിവരങ്ങൾ പുറത്ത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ 200 കോടിയാണ്. രേഖകൾ പോലും ഈ കോടികളൊന്നും കാണിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ആളുകൾക്കുമെതിരെ ഇപ്പം BJPയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും. അവസാനം എന്താ, സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പണി എരന്ന് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ സ്വന്തം നേടിയെടുത്തിട്ടുള്ള അധികാരങ്ങളൊക്കെ മറ്റേ മതിലിലിരിക്കുന്ന കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും BJPയെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആണെങ്കിലും മുരളീധരൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗന്ധൻ്റെ ആണെങ്കിലും അങ്ങനെ നിരവധി ആളുകളുടെ അവരുടെ സ്ഥാനാർത്ഥികൾ വീണ്ടും ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എത്ര പേരെയാണ് കോടതി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് സത്യപ്രതിജ്ഞ ലംഘിച്ചതുകൊണ്ടാണ്. ഇത് അങ്ങനെയല്ല. സത്യപ്രതിജ്ഞ മാത്രമല്ലല്ലോ, അവർ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ കൊടുക്കുന്നത് എനിക്ക് ഇത്ര മാത്രമേ സ്വത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇവരെ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് മറ്റൊരു വശം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ജനപ്രതിനിധികളാണ്, ആ വശം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്തുള്ള രേഖകൾ തെറ്റാണെങ്കിൽ അയോഗ്യത വരാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, കോടതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആളുകളെ അയോഗ്യരാക്കുന്നതിൽ പലപ്പോഴും കാലതാമസങ്ങൾ ഒരുപാട് എടുക്കും. കോടതി വ്യവഹാരങ്ങൾ അങ്ങനെയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് പോകുന്നു, അവിടെ ഇത് ഹിയറിങ്ങിന് വിളിപ്പിക്കുന്നു. ഒരു വട്ടം ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ഒരു കക്ഷി വരില്ല, ആ കക്ഷി വരുമ്പോൾ മറ്റേ കക്ഷി വരില്ല. അപ്പോൾ ഇങ്ങനെ വർഷങ്ങളോളം ഇത് നീണ്ടു പോകുക. ഇപ്പോൾ നമ്മൾ ഈ പഞ്ചായത്തുകളൊക്കെ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഏറ്റവും കൂടുതലും വരുന്നത്. എത്ര പഞ്ചായത്തിലെ ആളുകളെ അയോഗ്യരാക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാണ്. കാരണം ഒരു 5 കൊല്ലം മുമ്പിട്ടൊക്കെ നടന്നിട്ടുള്ള ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അയോഗ്യതയുടെ കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പ് 2024 നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ KC വേണുഗോപാലിന്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ആരിഫ് ഇതുപോലെ കോടതിയെ സമീപിക്കുകയുണ്ടായി. ആ ഹർജി വരെ തള്ളിയ ഈ ഇടയ്ക്കാണ് അത് പുറത്തു വന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ചരിത്രങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെയും അല്ലെങ്കിൽ വി. മുരളീധരനെതിരെയും വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇത് തെളിയിക്കാത്ത പക്ഷം അത് തള്ളിപ്പോവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അത് തെളിയിക്കണം. കോടതിയിൽ തെളിയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിയറിങ്ങിന് വിളിപ്പിക്കും. അങ്ങനെ തന്നെ ഒരുപാട് സമയം പോകും. ഇപ്പോൾ കോടതി വ്യവഹാരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഒരു വിഷയം, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പാർട്ടിയിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് വിപ്പ് തെറ്റിച്ച് മറ്റൊരാൾ കൂട്ടു കൊടുക്കുന്ന ഒരു സാഹചര്യം, കൂറുമാറ്റം. അപ്പോൾ ആ കൂറുമാറ്റ നിയമപ്രകാരം ഇവരെ അയോഗ്യരാക്കാൻ വേണ്ടിയിട്ട് കേസിന് പോകുമ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ്, ചിലപ്പോൾ 5 വർഷത്തിന് മുമ്പിട്ട് കൊടുത്ത കേസായിരിക്കും. അതായത് തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ വിഷയം നടക്കുക, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ 2.5 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലായിരിക്കാം വീണ്ടും താഴെ പോകുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ അവിടെ കൂറുമാറുന്ന ആളുകളെ അയോഗ്യരാക്കാൻ വേണ്ടിയിട്ട് ഇവർ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ 2.5 കൊല്ലവും 3 കൊല്ലവും 5 കൊല്ലവും 10 കൊല്ലവും കഴിഞ്ഞിട്ടാണ് ഈ കേസ്
വിധിയായി വരുന്നൊരു സാഹചര്യമുള്ളത്. ഒരുപക്ഷെ ഈ 5 വർഷത്തിന് ശേഷം അവരുടെ ഒരു ഭരണകാലാവധി ഇറങ്ങിയതിനു ശേഷമായിരിക്കും ഇതിന്റെ ഒരു വിധി വരാൻ തന്നെ. തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ ഡെമോക്രസിയിലുള്ള പാളിച്ചകളാണ് ഇതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. പഴയ കാലത്തിന്റെ രീതിയിൽ ഇപ്പോൾ എത്ര കേസുകൾ പരിഹരിക്കുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കോടതിയിലായിരിക്കും ഈ കേസുകളെല്ലാം പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം എത്ര കേസുകൾ നടക്കും, എത്ര ഹിയറിംഗ് നടക്കുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ വരുമ്പോൾ കോടതി എന്ത് ചെയ്യും? ആകെ ഒരു കോടതിയായിരിക്കും ഉള്ളത്. ആ കേസുകൾ വീണ്ടും വീണ്ടും മാറ്റി വെച്ച് ഏതെങ്കിലും വർഷങ്ങളിലായിരിക്കും, ഇപ്പോൾ 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു കേസ് അയോഗ്യത തെളിയിക്കുന്നൊരു കേസൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളാണെങ്കിൽ പോലും. അപ്പോൾ ഇത് എങ്ങനെ UDF സർക്കാർ കൈകാര്യം ചെയ്യുന്നു എന്നതിലിരിക്കും. എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് യഥാർത്ഥത്തിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്കറിയില്ല. ഇത് ഈ കോടതി വ്യവഹാരത്തിൻ്റെയോ മറ്റു കാര്യങ്ങളോ സാധാരണപ്പെട്ട ജനങ്ങൾക്കറിയില്ല. അവരെ സംബന്ധിച്ച് എന്താണ്, ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ട് UDF കണ്ണടച്ച് കാണിക്കുന്നു? നാളെ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു കോൺഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി വ്യവഹാരത്തെ പറ്റി ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അവരെ പുറത്താക്കണമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് കോടതിയാണ്. അപ്പോൾ കോടതി പറയാൻ ഈ ഒരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. കോടതിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ നടക്കാനുള്ള കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഈ BJPക്ക് ഗുണകരമായിട്ട് സംഭവിച്ചേക്കാം. പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇത് നീണ്ടുപോകുമെന്നൊന്നും. ചിലപ്പോൾ ഇത് വാലിഡായിട്ടുള്ളൊരു കേസാണെങ്കിൽ, ഇത് നിലനിൽക്കുന്ന കൃത്യമായിട്ടൊരു കേസാണെങ്കിൽ, ഇപ്പോൾ UDF അധികാരത്തിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ UDF ശക്തമായിട്ടൊന്ന് കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉടനെ തന്നെ വിധി വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുരളീധരൻ്റെ കാര്യം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒതുക്കി വെക്കാം. നമ്മുടെ പയ്യന്നൂരിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞികൃഷ്ണനെതിരെ ടി മധുസൂദനൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ ഒരു തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്. അത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഈ ഒരു ധൻരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ മധുസൂദനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രചരണം ആ ഒരു ഇലക്ഷൻ സമയത്ത് നടത്തി കുഞ്ഞികൃഷ്ണൻ ഈ ഒരു പ്രചരണത്തിലൂടെയാണ് വിജയം കണ്ടെത്തിയത്. ഇതിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയത് കോൺഗ്രസിന്റെ ആ ഒരു പിന്തുണയായിരുന്നു. കോൺഗ്രസിന്റെ ഒരു വിമത സ്ഥാനാർത്ഥിയാണ് കുഞ്ഞികൃഷ്ണൻ ജയിച്ചത് എന്നെല്ലാമുള്ള ഒരു ആരോപണമാണ് ഈ മധുസൂദനൻ ഉന്നയിക്കുന്നത്. പക്ഷേ അതല്ല സത്യം എന്നുള്ളത് എല്ലാവർക്കും പകല് പോലെ വ്യക്തമാണ്. കാരണം ഈ ഇതൊന്നും കോടതിയിൽ പോലും നിലനിൽക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പിന്നെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അത് വീണ്ടും ചർച്ചയാകുന്നൊരു സാഹചര്യം വരും. കോടതി അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ചോദിക്കും. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന പല കാര്യങ്ങളും നിലനിൽക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കോടതിയിൽ ഇത് കൊടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത് റദ്ദാക്കി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ മറ്റേത് അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന് തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് വരുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു കേസ് നമ്മുടെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷന് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞു നിർത്തി അവിടെ നിന്ന് തുടങ്ങേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF അല്ലെങ്കിൽ CPM ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മൊത്തത്തിൽ ഹൈക്കോടതിയിലെ ഒരു അപ്പീൽ പ്രളയമാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഇതെല്ലാം എങ്ങനെ പരിഹരിക്കുക? അല്ലെങ്കിൽ ഇതെല്ലാം എവിടെ ചെന്ന് കലാശിക്കും? അല്ലെങ്കിൽ ഈ ഒരു തിരുവനന്തപുരത്തെ കൗൺസിലാവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ഭരണത്തിലുള്ള MLA മാരാവട്ടെ, ഇവർക്കെതിരെ ആരോപണമാവട്ടെ, ഇവരെല്ലാം 5 വർഷം തികച്ചതിന് ശേഷമായിരിക്കും ഇതുപോലെ വിധി വരിക, അല്ലെങ്കിൽ അതിനു മുമ്പ് വിധി വന്ന് ഇവർ സ്ഥാനഭ്രഷ്ടരാകുമോ? ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോടതി വ്യവഹാരത്തിനുള്ള സമയം അതുപോലുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടും പിന്നെ ഇതിനകത്തെ മറ്റൊരു വിഷയം ഇപ്പോൾ ഡെപ്യൂട്ടി മേയർക്കെതിരെ ആണെങ്കിലും മേയർക്കെതിരെ ആണെങ്കിലും കേസുകളാണെങ്കിലും ഇത് കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. പിന്നെ ഇവർക്കെല്ലാം ആശ്വസിക്കുക ആകെയുള്ളത് ആ സുഗതനായിരുന്നു. സുഗതന് ഇപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ശ്രമിക്കുക. അല്ലാതെ പെട്ടെന്നൊരു ദിവസം BJPയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കേസുകൾ കൊടുക്കാം, ആർക്കെതിരെ വേണമെങ്കിലും എന്ത് കേസുകൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അത് കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് കോടതിയാണ് തീരുമാനിക്കുന്നത് ഈ കേസ് എടുക്കണോ വേണ്ടയോ എന്ന്.
നന്ദി.